നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്നാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ ലാസ്റ്റ് പാർട്ടാണ്. നമ്മുടെ കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ കൂടെ തീരുന്നുണ്ട്. അപ്പം ഒപ്റ്റിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. എന്തുകൊണ്ടാണ് ഒപ്റ്റിക്കൽ മെഷർമെന്റ്? ഒപ്റ്റിക്കൽ മെഷർമെന്റ് പ്രൊവൈഡ്സ് എ simple, easy, accurate and reliable means of carrying out inspection and measurement in the industry. എന്തുകൊണ്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ചിട്ട് മെഷർമെന്റ് ഉപയോഗിക്കുന്നതിന്? എന്താണ് അത് സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ഈസി ആണ്, ആക്യുറേറ്റ് ആണ്, അതുപോലെ തന്നെ റിലയബിൾ ആണ്, വിശ്വസനീയമാണ്. ഇത്രയും 4 പോയിന്റ് കാരണമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒപ്റ്റിക്കൽ മെഷർമെന്റിലോട്ട് മാറുന്നത്. The projected image should be clear, sharp and dimensionally accurate. Application of interference of light is extreme interest in metrology. നമ്മുടെ ലൈറ്റിന്റെ ഇന്റർഫറൻസ് എന്നുള്ള ഫിനോമിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെട്രോളജിയിൽ ഈ മെഷർമെന്റ് ഒക്കെ നടത്തുന്നത്. നമ്മൾ ആദ്യം ഇന്റർഫറൻസ് എന്ന് പഠിക്കുക, നമുക്ക് പഠിക്കാം. അടുത്ത സ്ലൈഡ് നമുക്ക് പഠിക്കാം. അടുത്ത് മെയിൻ ആയിട്ട് നമ്മൾ ലേസർ ആണ് ഉപയോഗിക്കുന്നത്, ക്രിസ്റ്റൽ മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. Optical magnification is one of the most widely used technique in metrology. മെട്രോളജിയിൽ optical magnification എന്നുള്ളത് എന്താണ്? One of the most using technology ആണ്. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നതുകൊണ്ട് എന്താണ് മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പഠിക്കുന്നത്. ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്ലസ് ടുവിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു റിഫ്രഷർ പോലെ നോക്കിയാൽ മതി. മോണോക്രോമാറ്റിക് ലൈറ്റ് ഓർ എന്താണ് വൺ കളർ ലൈറ്റ്, ഒരു കളറുള്ള ലൈറ്റ് എന്താ പറയുക? മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുന്നത് ഈസ് എസെൻഷ്യലി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഡിറൈവ്ഡ് ഫ്രം എന്താണ് ഫോട്ടോൺ എമിഷൻ ഫ്രം ആറ്റംസ്. ഫോട്ടോൺസ് പ്രൊപ്പഗേറ്റ് ഓർ ട്രാവൽ ആസ് എൻ എനർജി വേവ്. നമുക്കറിയാം എന്താണ് ലൈറ്റ് ഒരു എനർജി വേവ് ആണെന്ന് നമുക്കറിയാം അല്ലേ? ഓഫ് ഡിഫറെന്റ് ലെങ്ത് ആൻഡ് ലെവൽസ് ഓഫ് എനർജി. എനർജി ലെവൽസ് ഡിറ്റർമൈൻ ദി ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. ആ ഫോട്ടോൺ വേവിന്റെ എനർജി എത്രയാണോ അതാണ് എന്താ ആ ലൈറ്റിന്റെ ഫ്രീക്വൻസി. ആൻഡ് ദി ലെങ്ത് ഓഫ് ദി വേവ് ഡിറ്റർമൈൻസ് കളർ. കളർ ഏതാണ് നോക്കിയിട്ടാണ് അതിന്റെ ലെങ്ത് ഓഫ് ദി വേവ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മോണോക്രോമാറ്റിക് ലൈറ്റ് എന്താണ് സിംഗിൾ കളർ ആയിരിക്കും. റെഡ് കളർ ആകുമ്പോൾ എന്തായിരിക്കും? റെഡ് കളറിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാകും, ഒരു വേവ് ലെങ്ത് ഉണ്ടാകും. അപ്പോൾ ഗ്രീൻ കളർ ആണെങ്കിൽ ഗ്രീൻ കളറിന് ഒരു വേവ് ലെങ്ത് ഉണ്ടാകും, ഫ്രീക്വൻസി ഉണ്ടാകും. അപ്പോൾ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ കളർ. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ സിംഗിൾ കളർ ലൈറ്റ് ആണ്. അതായത് ആ ലൈറ്റിൽ എന്തായിരിക്കും? ഒരു ഫ്രീക്വൻസിയും ഒരു വേവ് ലെങ്ത് മാത്രമായിരിക്കും എല്ലാ റേസിനും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞു ഇന്റർഫറൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർഫറൻസ്. എന്താണ് ഇന്റർഫറൻസ്? When two light waves interact with each other, the waves effect lead to the phenomenon called interference of light. The instrument designed to measure with the interference is known as എന്താണ്? Interferometer. നമുക്ക് ഇന്റർഫെറോമീറ്റർ പഠിക്കാനുണ്ട്. 2 ഇന്റർഫെറോമീറ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്റർഫറൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ഇന്റർഫെറോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ? 2 വേവ്സ് എന്താണ്? When two light waves interact with each other, 2 വേവ് ലെങ്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു the wave effect leads to the phenomenon called interference. Next, interference explain ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന സംഭവം. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും, പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന സംഭവം. എന്താണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പറയുന്നത്? Let us consider 2 monochromatic light rays from this same light source. നമ്മൾ ഇവിടെ ലൈറ്റ് സോഴ്സ് വയ്ക്കുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ലൈറ്റ് സോഴ്സ് ഉണ്ട് കേട്ടോ. ബട്ട് ഒറിജിനേറ്റിംഗ് ഫ്രം 2 സോഴ്സസ് എ ആൻഡ് ബി. അപ്പോൾ എന്ത് ചെയ്യുന്നു? എ ആൻഡ് ബി എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് ഈ ലൈറ്റ് എന്നുള്ള എന്താണ് വേവ് തന്നെ പുറത്തോട്ട് വരുന്നു. എന്തുണ്ട്? ഒ എന്നുള്ള പോയിന്റ് നിന്ന് സെയിം ഡിസ്റ്റൻസ് ആണ് എയിലോട്ടും ബിയിലോട്ടും. ഇവിടെ നമ്മൾ 2 ഹോൾ ഇടും, സ്ലിറ്റ്സ്. അങ്ങനെയാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്, ഇവിടെ ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ എന്ത് വരുന്നുണ്ട്? ലൈറ്റ് വരുന്നുണ്ട്, സെയിം ലൈറ്റ് ആണ്. Distance AO1 and BO1 are equal. ഇതുണ്ട് കേട്ടോ. The 2 rays are in phase. In phase ആണെങ്കിൽ എന്താണ്? ഒരേ ഫേസ് ആണ്. ഫേസ് ഡിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. 2 വേവ്സ് ആണെങ്കിൽ ഒരേ ഫേസിലാണ് വരുന്നത്. On the other hand, at point phase, the result in maximum illumination at point O1. ഈ O1 എന്നുള്ള പോയിന്റിലാണ് എന്തുണ്ടാവുന്നത്? മാക്സിമം ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നത്.
ഓൺ ദി അതർ ഹാൻഡ് അറ്റ് പോയിന്റ് O2 എന്നുള്ള പോയിന്റിൽ എന്താണ് ഡിസ്റ്റൻസ് BO2 ഈസ് ലോങ്ങർ ദാൻ ദി ഡിസ്റ്റൻസ് AO2. AO2 എന്ന് പറയുന്നത് എന്താണ് ലാർജർ ദാൻ BO2 ആണ്. BO2നേക്കാളും കൂടുതലാണ് AO2 എന്ന് പറയുന്നത്. Therefore, by the time the two rays arrive at point O2 എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? There are out of phase. സെയിം ഫേസ് ആയിരിക്കില്ല, ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും അല്ലേ? കാരണം ഇത് ഒരേ സമയത്തല്ല എത്തുന്നത്, വെവ്വേറെ സമയത്താണ് എത്തുന്നത്. നമുക്കറിയാം വേവിന്റെ ഇത് എന്താണ് ടൈമും ഇത് ആംപ്ലിറ്റ്യൂഡാണ്. ഈ ടൈം കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡിലായിരിക്കും ഇത് എത്തുന്നുണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ഈ വേവ് തമ്മിൽ ഇന്റർഫിയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ഡാർക്ക് ആയിട്ടാണ് കിട്ടുന്നത്. അടുത്ത വീണ്ടും O3 എത്തുമ്പോൾ അത് വീണ്ടും ബ്രൈറ്റ് ആയിട്ട് മാറും. അതായത് നമുക്ക് രണ്ട് തരം ഈ വേവ്സ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കൺസ്ട്രക്റ്റീവ് അഡിഷൻ അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് അഡിഷൻ എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരുപോലുള്ള രണ്ട് വേവുകൾ, ഒരേ ഫേസിലുള്ള രണ്ട് വേവുകളാണെന്ന് വിചാരിക്കും. ഈ വേവും അതുപോലെ തന്നെ രണ്ടാമത്തെ വേവും ഇതേ ഫേസിൽ തന്നെയാണ് എന്ന് വിചാരിക്കും. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് A ആണ്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡും A ആണെന്ന് വിചാരിക്കും. ഇത് രണ്ടും ഒരേ ഫേസിലുള്ള വേവ് ആണെന്ന് വിചാരിക്കും. ഇത് തമ്മിൽ ഇന്റർഫിയർ അതായത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് അഡീഷൻ നടന്നിട്ടുള്ള വേവ് ആയിരിക്കും. ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2A ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് അഡീഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിസ്ട്രക്റ്റീവ് അഡീഷൻ എന്ന് നോക്കാം. ഡിസ്ട്രക്റ്റീവ് അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വേവ് ഉണ്ടെന്ന് വിചാരിക്കും. അടുത്ത വേവ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന വേവ് ഔട്ട് ഓഫ് ഫേസ് ആണ്. ഔട്ട് ഓഫ് ഫേസ് പറഞ്ഞാൽ 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇത് ഒന്നാമത്തെ വേവ്, രണ്ടാമത്തെ വേവ്. ഈ രണ്ട് വേവും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുക? ഈ വേവ് നമ്മൾ ക്യാൻസൽ ആയി പോകും, നമുക്ക് ഒന്നും കിട്ടില്ല. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? ഡാർക്ക് ലൈറ്റ് കിട്ടുന്നത്. ഈ രണ്ട് വേവും ഒരേ ഫേസിലുള്ള വേവ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്രിഞ്ച് കിട്ടും. ഔട്ട് ഓഫ് ഫേസ് ഉള്ള വേവ്സ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡാർക്ക് ആയിട്ടുള്ള ഫ്രിഞ്ച് കിട്ടും. അപ്പം ഇന്റർഫറൻസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലൈറ്റ് വേവ് വരുന്നത് രണ്ട് സ്ലിറ്റിലൂടെ ഈ ലൈറ്റ് വേവ് വേവ് ആയിട്ട് വന്നിട്ട് നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഇവിടെ എന്തായിരിക്കും? ഇന്റർഫറൻസ് പാറ്റേൺ ഡാർക്ക് ബ്രൈറ്റ് ഡാർക്ക് ബ്രൈറ്റ് ഡാർക്ക് ബ്രൈറ്റ് എന്നുള്ള ഒരു ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടും. ഇതിനാണ് ഇന്റർഫറൻസ് പാറ്റേൺ നമ്മൾ പറയുന്നത്. ഇതാണ് ഫിനോമിനൻ ഓഫ് ഇന്റർഫറൻസ്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചിട്ട് യൂട്യൂബിൽ ഇന്റർഫറൻസ് എന്ന് അടിച്ചിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ എക്സ്പെരിമെന്റിന്റെ വീഡിയോസ് ഉണ്ട്, അന്ന് കണ്ടു നോക്കുക, ഒന്നും കൂടെ മനസ്സിലാക്കാം. The phenomenon of interference is made use of carrying out the precise measurement of very small linear dimension, and the measurement technique is properly known as interferometry. Interference ഉപയോഗിക്കുന്ന മെട്രോളജിയാണ് നമ്മൾ ഇന്റർഫെറോമെട്രി എന്ന് പറയുന്നത്. This technique is used in variety of metrological applications such as എന്താണ്? Inspection of machine part for straightness. മെഷീൻ പാർട്സ് സ്ട്രെയിറ്റ് ആണോ നോക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ പാരലൽസും ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ തന്നെ മെഷർമെന്റ് ഓഫ് വെരി സ്മോൾ ഡയമീറ്റർ, വളരെ ചെറിയ ഡയമീറ്റർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റർഫെറോമെട്രി തന്നെയാണ് ഉപയോഗിക്കുക. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് മെഷർമെന്റ് യൂസിങ് ഇന്റർഫെറോമെട്രി എന്താണ്? ഇന്റർഫെറോമീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റാണ്. ഇന്റർഫെറോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് സംഭവമാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് എന്താണ്? ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. An optical flat is a disc of high quality glass or quartz. ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിസ്ക് ആണ്. എന്താണ് അത്? ഹൈ ക്വാളിറ്റി ഗ്ലാസ് ഓർ ക്വാർട്സ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. The surface of disc is ground and lapped to the high degree of flatness. സർഫസ് എന്താണ്? ഹൈലി ഫ്ലാറ്റ് ആണ്. Size of optical flat vary from 25 mm to 300 mm in diameter, where thickness ranges from 25 to 50 mm. When an optical flat is laid over flat reflecting surface, flat reflecting surface ൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു ആംഗിൾ ആണ് ഇത് എപ്പോഴും ഉണ്ടായിരിക്കുക. ഇത് ഫ്ലാറ്റ് ആണെങ്കിൽ ഒരു ചെറിയ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിലായിരിക്കും എപ്പോഴും
ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് നിൽക്കുക. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ഫ്ലാറ്റിന്റെ വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞത്. ഇതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് എന്ന് വിചാരിക്കും. ഇതൊരു ഫ്ലാറ്റ് സർഫസും ഇത് ഒപ്റ്റിക്കൽ ഫ്ലാറ്റും ആണ്. Consider a ray of light from monochromatic light source falling on an upper surface of the optical flat at an angle. ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ആണ്. എന്ത് ചെയ്യുന്നു? ഒരു സോഴ്സ് ലൈറ്റ് ഇവിടെ ഫോളോ ചെയ്യുന്നു. ഇതാണ് ലൈറ്റ് എന്ന് വിചാരിക്കും. The light ray is partially reflected at point A. ഈ A എന്നുള്ള പോയിന്റിൽ എന്ത് സംഭവിക്കും? ചെറിയൊരു ആംഗിളിലല്ലേ, ഇങ്ങനെ ആംഗിളിൽ നിൽക്കുന്നതുകൊണ്ട് എന്താണ്, ഇവിടെ നിന്ന് A എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ ലൈറ്റ് എന്ത് ചെയ്യും? പാർഷ്യലി റിഫ്ലക്ട് ചെയ്യും. കുറച്ച് ഭാഗം എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. അതുപോലെ ബാക്കി കുറച്ച് എന്ത് ചെയ്യും? താഴോട്ട് വരും. The remaining part of the light ray passes through the transparent glass. ഇത് ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിന്റെ താഴ്ഭാഗത്തിൽ. ഈ ട്രാൻസ്പെറന്റ് ഗ്ലാസ്സിലൂടെ എന്ത് ചെയ്യും? പാസ് ചെയ്യും. ആൻഡ് ഈ ബി എന്നുള്ള പോയിന്റ് ഫ്ലാറ്റ് സർഫസ്, ഇതും ഒപ്റ്റിക്കൽ ആണ് കേട്ടോ. ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് സർഫസിൽ ടച്ച് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യും. Reflected at point B on flat part surface. The two reflected components of the light ray are collected and combined by the eye. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള ലൈറ്റും വരുന്നുണ്ട്, ഇവിടെ നിന്നുള്ള ലൈറ്റും വരുന്നുണ്ട്. Having traveled two different paths whose length differs by an amount ABC. ഇപ്പൊ എന്താണ്, ഈ ലൈറ്റ് എന്ത് ഇവിടുന്ന് ഇതുവരെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നു? ഈ ലൈറ്റ് റേ എന്ത് ചെയ്യണം? ഈ ABC എന്നുള്ള ലെങ്ത് കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. If ABC is lambda by 2, ABC lambda by 2 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്? Lambda by 2 ആണെന്ന് വിചാരിക്കും. Where lambda is the wavelength of the monochromatic light. ലാംഡ എന്ന് പറഞ്ഞെങ്കിൽ മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണെന്ന് വിചാരിക്കും. Then the condition for complete interference has been satisfied. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇവിടെ കംപ്ലീറ്റ് ഇന്റർഫറൻസ് സംഭവിക്കും. നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ എന്താണ്? Consider another light ray from the same source falling on the optical flat at a small distance from the first one. നമ്മൾ ആദ്യം ഇവിടെ കൺസിഡർ ചെയ്ത്, അടുത്തെന്ന് പറഞ്ഞെങ്കിൽ തൊട്ട് കുറച്ച് ദൂരത്ത് ഇവിടെ ഈ പോയിന്റിലാണെന്ന് വിചാരിക്കും. This ray get reflected at a point D. D എന്നുള്ള പോയിന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഇവിടെ നിന്ന് പാർഷ്യലി റിഫ്ലക്ട് ചെയ്യും, ബാക്കിയുള്ള സംഭവം ഈ എന്നുള്ള പോയിന്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യും. ഈ രണ്ട് ലൈറ്റ് കൂടെ നമ്മൾ ഐയിലോട്ട് വരും. പക്ഷെ എന്താണ്, ഈ താഴത്തെ റേ DEF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്ത് എക്സ്ട്രാ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഈ DEF എന്നുള്ളത് ഏകദേശം 3 lambda by 2 ആണെന്ന് വിചാരിക്കും. അതായത് എന്താണ്, അതിന്റെ ഈക്വലി ഓപ്പോസിറ്റ് ആയിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രക്റ്റീവ് അഡിഷന് നേരത്തെ നമ്മൾ എന്താണ് കൺസ്ട്രക്റ്റീവ് അഡിഷൻ ആണ് സംഭവിച്ചത് അല്ലെ. ലാംഡ ബൈ 2 ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് അഡിഷൻ സംഭവിക്കുന്ന വിചാരിക്കും. അതുപോലെ തന്നെ ഈ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു സംഭവത്തിൽ അത് ഡിസ്ട്രക്റ്റീവ് അഡിഷനും ഇങ്ങനെയുള്ളതാണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് അഡിഷൻ സംഭവിക്കും. അങ്ങനെ ഈ രണ്ട് പോയിന്റിൽ മാത്രമല്ല, ഒരുപാട് പോയിന്റുകളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ സംഭവിക്കും, നമുക്ക് കിട്ടുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. എന്താണ്, ഒരു ഭാഗത്ത് ബ്രൈറ്റ്, ഒരു ഭാഗത്ത് ഡാർക്ക്, പിന്നെയും ബ്രൈറ്റ്, പിന്നെ ഡാർക്ക്, ബ്രൈറ്റ് ഡാർക്ക്, ബ്രൈറ്റ് ഡാർക്ക്, ഇങ്ങനെയുള്ള ഒരു ഇന്റർഫറൻസ് ഫ്രിഞ്ച് ആണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിന്റെ വർക്കിംഗ്. ഇങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിലോട്ട് നമ്മളൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫറൻസ് ഫ്രിഞ്ച് കിട്ടും. അതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇന്റർഫറൻസ് ഫ്രിഞ്ച് കിട്ടുന്നത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ്, ഒരു റേ ഇത്രയും ട്രാവൽ ചെയ്യും, അടുത്ത റേ എറിഞ്ഞതിന്റെ ഒരു എക്സ്ട്രാ ലെങ്ത് കൂടെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ ഐയിലോട്ട് വരുന്നത്. ഈ ലെങ്ത് രണ്ട് എന്താണ്, ഈ ഒരു ലാംഡ ബൈ 2, അതായത് ഫേസ് ഡിഫറൻസ് ലാംഡ ബൈ 2 ആണെങ്കിൽ അത് ഡിസ്ട്രക്റ്റീവ് അഡീഷൻ ആയിരിക്കും. ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ലാംഡ ബൈ 2 ഒക്കെ ആണെങ്കിൽ എന്തായാലും കൺസ്ട്രക്റ്റീവ് അഡീഷൻ ആയിരിക്കും. ഒന്ന് ഡിസ്ട്രക്റ്റീവ് ഒന്ന് കൺസ്ട്രക്റ്റീവ് ആയിരിക്കും. കൺസ്ട്രക്റ്റീവ് അഡീഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രൈറ്റ് ആയിട്ട് വരും. ഡിസ്ട്രക്റ്റീവ് അഡീഷൻ വരുമ്പോൾ ഡാർക്ക് ഫ്രിഞ്ചസും വരും.
അങ്ങനെ ഒരു ഇന്റർഫറൻസ് ഫ്രിഞ്ച് നമുക്ക് എന്ത് കിട്ടും? ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് നിന്ന് കിട്ടും. ഇതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. ഈ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ഇന്റർഫെറോമീറ്റേഴ്സിനൊക്കെ വർക്ക് ചെയ്യിക്കുന്നത്, വർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ഫ്ലാറ്റ്നെസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇന്റർഫെറോമീറ്റർ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇന്റർഫെറോമീറ്റേഴ്സ് ആർ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ വെരി സ്മോൾ ലീനിയർ മെഷർമെന്റ്. അതുപോലെ they are used for verifying accuracy of slip gauge and measuring flatness error. ചെറിയ വളരെ ആക്യുറസി ആയിട്ടുള്ള മെഷർമെന്റ് ഉപയോഗിക്കാൻ, അതുപോലെ ഫ്ലാറ്റ്നസ് ചെക്ക് ചെയ്യാൻ, അതുപോലെ സ്ലിപ്പ് ഗേജിന്റെ ഒക്കെ ഹൈറ്റ് ചെക്ക് ചെയ്യാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇന്റർഫെറോമീറ്റേഴ്സ്. രണ്ട് തരം ഇന്റർഫെറോമീറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് NPL ഫ്ലാറ്റ്നസ് ഇന്റർഫെറോമീറ്റർ, അടുത്തത് പിറ്റർ NPL ഗേജ് ഇന്റർഫെറോമീറ്റർ. ഇങ്ങനെ രണ്ട് ഇന്റർഫെറോമീറ്റർ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നോക്കാം NPL ഫ്ലാറ്റ് ഇന്റർഫെറോമീറ്റർ. NPL എന്നുള്ളത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എന്നാട്ടോ. This interferometer was designed and developed by the National Physical Laboratory of the United Kingdom. UK ആണ് ഉണ്ടാക്കിയത്. It comprises a simple optical system, which provides a sharp image of the fringes so that it is convenient for the users to view them. The light from the mercury vapor lamp, the light source എന്ന് പറയുന്നത് എന്താണ്? Mercury vapor lamp ആണ്. Is condensed and passed through a green filter. ഇത് കണ്ടൻസ് ലെൻസ് ഉപയോഗിച്ചിട്ട് കണ്ടൻസ് ചെയ്യാൻ ഫോക്കസ് ചെയ്യും. അതെന്ത് ചെയ്യും? ഒരു ഗ്രീൻ ഫിൽറ്ററിലൂടെ, അതൊരു ഗ്രീൻ ഫിൽറ്റർ ആണ്. ഈ ഇമേജ് ഇല്ല, ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ NPL ഫ്ലാറ്റ്നസ് ഇന്റർഫെറോമീറ്റർ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഗർ എന്തായാലും വരയ്ക്കണം. അതുപോലെ ഈ ഫ്രിഞ്ച് പാറ്റേണും എന്തായാലും വരയ്ക്കണം കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫിഗർ നിർബന്ധമാണ്, ഫിഗർ ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. The light from the mercury vapor lamp is condensed and passed through a green filter, resulting in a green monochromatic light. Green filter ഒരു green monochromatic light source ആയിട്ട് നമുക്ക് കിട്ടും. The light will now pass through a pinhole. ഇവിടെ ഒരു pinhole ഉണ്ട്, ഒരു ചെറിയ ഹോൾ ഉണ്ട്, അതിലൂടെ പാസ് ചെയ്യും, giving an intense point source of monochromatic light. അതായത് ഒരു monochromatic light source ആയിട്ട് നമുക്ക് കിട്ടും. ഈ ലൈറ്റ് സോഴ്സ് പിന്നീട് എന്ത് ചെയ്യും? ഇവിടെ ഒരു ഗ്ലാസ് പ്ലേറ്റ് റിഫ്ലക്ടർ ഉണ്ട്, ഒരു ആംഗിളിൽ റിഫ്ലക്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റ്. ഈ ഗ്ലാസ് പ്ലേറ്റിലൂടെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പോർഷൻ ഓഫ് ലൈറ്റ് ഈ റിഫ്ലക്ടർ താഴോട്ട്, ഇതിലൂടെ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് ഫുള്ള് മൊത്തമായിട്ട് താഴോട്ട് പാസ് ചെയ്യും. അടുത്ത് ഇവിടെ വന്ന് ഒരു കോളിമേറ്റിംഗ് ലെൻസ് ഉണ്ട്. കോളിമേറ്റിംഗ് ലെൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ലൈറ്റിനെ എന്ത് ചെയ്യും? അത് പാരലാക്കി വിടും. അതാണ് കോളിമേറ്റിംഗ് ലെൻസിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അതിന് തൊട്ട് താഴെ നമുക്ക് എന്തുണ്ട്? ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഉണ്ട്. ഈ കോളിമേറ്റ് ലെൻസ് എന്നുള്ള ലൈറ്റ് എന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ ഫ്ലാറ്റിലോട്ട് വരും. അതിനുശേഷം എന്ത് ചെയ്യും? വർക്ക് പീസിലോട്ട് വരും. ഈ വർക്ക് പീസിൽ നിന്ന് എന്ത് ചെയ്യും? ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ച് എന്ത് വരും? ഒപ്റ്റിക്കൽ ഫ്ലാറ്റിലൂടെ തന്നെ വന്നു കോളിമേറ്റ് ലെൻസിലൂടെ വന്ന് ഈ റിഫ്ലക്ടറിലോട്ട് വന്ന് അവിടെ നിന്ന് നമുക്ക് എന്ത് വരും? ഐയിലോട്ട് വരും. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. അതായത് ലൈറ്റ് സോഴ്സ് ഉണ്ട്, അത് കണ്ടൻസ് ലെൻസിലൂടെ പാസ് ചെയ്യും, ഗ്രീൻ ഫിൽറ്ററിലൂടെ പാസ് ചെയ്യും, പിന്നെ ഒരു പിൻ ഹോളിലൂടെ പാസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ കോളിമേറ്റ് ലെൻസിലോട്ട് വരും, പിന്നെ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിലോട്ട്, പിന്നെ വർക്ക് പീസിലോട്ട് വരും. വർക്ക് പീസിന് എന്ത് ചെയ്യും? ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു ഒപ്റ്റിക്കൽ ഫ്ലാറ്റിലൂടെ പോയിട്ട് കോളിമേറ്റ് ലെൻസിലൂടെ പോയിട്ട് ഗ്ലാസ് പ്ലേറ്റ് റിഫ്ലക്ടറിൽ നിന്ന് നേരെ നമ്മുടെ ഐസിലോട്ട് വരും. ഇനി എന്താണ് നോക്കാം? ഇനി ഇത് എന്തിനാണ്? ഫ്ലാറ്റ്നസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഫ്ലാറ്റ്നസ് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം. നമുക്ക് എന്താ പറയാം, ഇവിടെ ഒരു ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഉണ്ട് അല്ലേ? നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ എന്താണ് ഇന്റർഫറൻസ് സംഭവിക്കുമ്പോൾ ബ്രൈറ്റ് ലൈറ്റ് എന്നുള്ള ഇങ്ങനെയുള്ള ഫ്രിഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ വർക്ക് പീസ് താഴെ ഉണ്ടല്ലോ, താഴോട്ട് വരുന്ന ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ IPS വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് ഇന്റർഫറൻസ് പാറ്റേൺ ഒക്കെ സെയിം ആണ്. ഇതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെത്, പുറമേ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ ഇത് പറഞ്ഞാലുള്ള വർക്ക് പീസിന്റെയാണ്. ഈ വർക്ക് പീസിൽ ഉണ്ടാവുന്ന ഈ ബ്ലാക്ക് ലൈൻ ഉണ്ട്, ഇതാണ്
ഇന്റർഫറൻസ് മൂലം ഉണ്ടാവുന്ന ഡാർക്ക് ലൈൻസ്, അതായത് ഡിസ്ട്രക്റ്റീവ് അഡിഷൻ മൂലം ഉണ്ടാവുന്ന ഡാർക്ക് പോയിന്റ്സ്. ഈ ഡാർക്ക് ലൈൻസും അതുപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിന്റെ ഡാർക്ക് ലൈൻസും എന്താണ്, ഒരേ ലൈനിലാണ്, ഇൻലൈനിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ വർക്ക് പീസ് ഫ്ലാറ്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഫ്ലാറ്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ വരുന്നു അതുപോലെ ഇവിടുന്ന് വരുന്ന റിഫ്ലക്റ്റും ഒരേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തുന്നത്. അപ്പൊ നമുക്ക് എന്താ ഒരേപോലെ തോന്നും. ഇനി അഥവാ ഇത് ഫ്ലാറ്റ് അല്ല എന്ന് വിചാരിക്കുക, അപ്പം സംഭവിക്കും, ചെറിയ ഒരു ഫ്ലാറ്റ് അല്ല എന്ന അർത്ഥം എന്താണ്, ചെറിയ 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 വേരിയേഷൻ ഒക്കെ ഉണ്ടോ സർഫസിൽ. അപ്പൊ എന്ത്, ഇവിടുന്ന് വരുന്ന ലൈറ്റ് ഇത്രയും ദൂരം കൂടുതൽ സഞ്ചരിക്കണം. പക്ഷെ ഇവിടുന്ന് വരുന്ന ലൈറ്റ് എന്താണ്, സഞ്ചരിക്കുന്ന ദൂരം ലൈറ്റ് സോഴ്സ് ആണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന ലൈറ്റ് സോഴ്സ് സഞ്ചരിക്കുന്ന ദൂരം, ഈ ലൈറ്റ് സോഴ്സ് ലൈറ്റ് റേ സഞ്ചരിക്കുന്ന ദൂരം എന്താണ്, ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഫ്രിഞ്ചസിനും വ്യത്യാസം വരും. അപ്പം ഫ്ലാറ്റ്നെസ് അല്ലാത്ത സർഫസിൽ വരുന്ന ഇന്റർഫറൻസ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മുടെ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിന്റെ എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഈ നമ്മുടെ വർക്ക് പീസിന്റെ എന്തായിരിക്കും, ഒപ്റ്റിക്കൽ ഫ്ലാറ്റിന് ഇൻലൈൻ ആയിരിക്കില്ല, അത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് ഫ്ലാറ്റ്നെസ് അല്ല, അതിന് ഫ്ലാറ്റ്നെസ്സിന് കുറവുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഇതിന്റെ പറഞ്ഞു. അടുത്ത് പറഞ്ഞ പിക്ചർ NPL ഗേജ് ഇന്റർഫെറോമീറ്റർ എന്നതാണ്. This interferometer is used for determining actual length of slip gauge. Slip gauge ന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി, സ്ലിപ്പ് ഗേജിന്റെ ഓരോന്നിന്റെയും ലെങ്ത് ഹൈറ്റ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. സിൻസ് ദി മെഷർമെന്റ് കോൾസ് ഫോർ എ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. സ്ലിപ്പ് ഗേജിന്റെ വളരെ പ്രിസൈസ് ആണ് നമുക്കറിയാം, അതിന്റെ മെഷർ ചെയ്യുമ്പോൾ അത്രയും പ്രിസിഷൻ നമുക്ക് ആവശ്യമാണ്. The instrument should be used under highly controlled physical conditions. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ഹൈലി കൺട്രോൾഡ് ഫിസിക്കൽ കണ്ടീഷൻ, ടെമ്പറേച്ചർ വേരി ചെയ്യാൻ പാടില്ല, പ്രഷർ വേരി ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് സിസ്റ്റം മെയിൻറ്റെയിൻ അറ്റ് ആൻ ആംബിയന്റ് ടെമ്പറേച്ചർ ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ്. 20 ഡിഗ്രി സെൽഷ്യസിൽ ഈ സിസ്റ്റം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ആൻഡ് ബാരോമെട്രിക് പ്രഷർ ഓഫ് 760 mm Hg, 760 mm Hg പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. വിത്ത് എ വാട്ടർ വേപ്പർ പ്രഷർ ഓഫ് 7 mm. വാട്ടർ വേപ്പർ പ്രഷർ 7 mm ആയിരിക്കണം. അതുപോലെ കണ്ടെയ്നിങ് ആ വാട്ടർ വേപ്പർ എന്താണ് 33% ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയും ആക്യുറസി ഇതിനാവശ്യമാണ്. ഇതാണ് അതിന്റെ ഫിഗർ. ഇതും അതുപോലെ തന്നെ ഇതിന്റെ ഫിഗർ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ലൈറ്റ് ഫ്രം എ മോണോക്രോമാറ്റിക് സോഴ്സ് ഈസ് കൺസിഡേർഡ് ബൈ condensed by a condensing lens and focused onto an illuminating aperture focus. This provides a concentrated light source at the focal point of the collimating lens. So, the collimating lens in the focal point is the concentrated light കിട്ടും. പിന്നീട് എന്താണ്, collimating lens ഇല്ല lens rays നെ parallel ആക്കിയിട്ട് ഇടും. Thus, a parallel beam of light falls on the constant deviation prism. ഇതാണ് constant deviation prism. ഈ constant deviation prismത്തിലോട്ട് എന്ത് ചെയ്യും, ഈ ലൈറ്റ് സോഴ്സ് എന്ത് ചെയ്യും, വന്ന് വീഴും. ഈ കോൺസ്റ്റന്റ് ഡീവിയേഷൻ പ്രിസത്തിന്റെ പ്രത്യേകത എന്താണ്, ദി പ്രിസം splits the incident light into light rays of different wavelengths and hence different colors. The user can select a desired color by varying the angle of the reflecting faces of the prism relative to the plane of the base plate. അതായത് ഈ റിഫ്ലക്റ്റിംഗ് പ്ലേസിന്റെ പ്രിസത്തിന്റെ ആംഗിൾ വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ ഉള്ള ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് ഈ ആംഗിള്, ഈ പ്രിസത്തിന്റെ ആംഗിൾ വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അതിന് വരുന്ന കളർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതിന് ഓരോ ആംഗിളിൽ ഒരു കളറുള്ള ലൈറ്റ് മാത്രമേ വരുള്ളൂ. The optical flat can be positioned at a desired angle by means of a simple arrangement. The slip gauge that is to be checked is kept right below the optical flat on the top of the highly flat surface of the base plate. ഈ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് നമ്മളൊരു ആംഗിൾ വെക്കും, അതുപോലെ തന്നെ സ്ലിപ്പ് ഗേജിനെ തൊട്ട് താഴെ വെക്കും. ഈ ബേസ് പ്ലേറ്റ് ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ബേസ് പ്ലേറ്റ് നമ്മൾ വെക്കും. പിന്നീട് സംഭവിക്കുക, നേരത്തെ അതേ വർക്കിംഗ് തന്നെയാണ്. തിരിച്ച് ഇവിടുന്ന് ലൈറ്റ് മുകളിലോട്ട് വരും, തിരിച്ചു വരുന്നു, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, കിട്ടുന്ന ഫ്രിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഫ്രിഞ്ച് ആയിരിക്കും. ഇതിൽ VA എന്നുള്ള രണ്ടൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. VA എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. V എന്നുള്ള
ഒരു ഫ്രിഞ്ച് ലെങ്ത്തും എ എന്നുള്ള ഒരു ഫ്രിഞ്ച് ലെങ്ത്തും ഡിഫറൻസ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് സ്ലിപ്പ് ഗേജ് എങ്ങനെ കാണാം? ഇതാണല്ലോ നമ്മുടെ സ്ലിപ്പ് ഗേജ്. ഈ സ്ലിപ്പ് ഗേജിന്റെ ഹൈറ്റ് എങ്ങനെ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. അത് n ഇൻറ്റു λ/2 പ്ലസ് a ബൈ ബി ഇൻറ്റു λ/2 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് ഓഫ് ദി സ്ലിപ്പ് ഗേജ് ഇക്വേഷൻ പഠിക്കണമെന്നില്ല, നിങ്ങൾ ഇതിന്റെ വർക്കിംഗ് മാത്രം പഠിച്ചാൽ മതി. ഈ a ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫ്രാക്ഷൻ ആണ്, ഫ്രിഞ്ച് ലെങ്ത് ബൈ അതിന്റെ ഡിഫറൻസ്. ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് ആണ്. ഓക്കെ. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഓൺ ദി സ്ലിപ്പ് ഗേജ് സർഫസ്. ഈ സ്ലിപ്പ് ഗേജിന്റെ സർഫസിൽ ഉണ്ടായിട്ടുള്ള നമ്പർ ഓഫ് ഫ്രിഞ്ചസ് 22, 1, 2, 3 3, 4. ഇതാണ് പിറ്റർ NPL ഗേജ് ഇന്റർഫെറോമീറ്റർ. ഇത്രയാണുള്ളത്. നമ്മൾ ഇന്ന് മെയിനായിട്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒപ്റ്റിക്കൽ മെഷർമെന്റിനെ പറ്റിയാണ് പഠിച്ചത്. എന്തിനാണ് ഒപ്റ്റിക്കൽ മെഷർമെന്റ്, എന്തുകൊണ്ടാണ് ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുന്നത് എന്ന് ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പഠിച്ചു. എന്നിട്ട് എന്താണ് മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് നോക്കി. കഴിഞ്ഞിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർഫറൻസ് എന്താണെന്ന് നോക്കി. പിന്നെ നമ്മൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനെ പറ്റി പറഞ്ഞു. പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർഫറൻസ് പറയുമ്പോൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അതുപോലെ എന്താണ് കൺസ്ട്രക്റ്റീവ് അഡിഷൻ, എന്താണ് ഡിസ്ട്രക്റ്റീവ് അഡിഷൻ എന്ന് പറഞ്ഞു. അടുത്ത എന്താണ് ഇന്റർഫെറോമെട്രി എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു. ഒപ്റ്റിക്കൽ ഫ്ലാറ്റിന്റെ വർക്കിംഗ് എങ്ങനെയാണ് അതിൽ ഫ്രിഞ്ചസ് വരുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്റർഫെറോമീറ്റേഴ്സിനെ പറ്റി പറഞ്ഞു. നമുക്ക് 2 തരം ഇന്റർഫെറോമീറ്റർ ആണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് NPL ഫ്ലാറ്റ്നസ് ഇന്റർഫെറോമീറ്റർ ആണ്, അടുത്ത പിറ്റർ NPL ഗേജ് ഇന്റർഫെറോമീറ്റർ ആണ്. എങ്ങനെയാണ് NPL ഫ്ലാറ്റ് ഇന്റർഫെറോമീറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു വർക്കിംഗ് പറഞ്ഞു. ഐപീസ് എങ്ങനെയാണ് അതിന്റെ ഫ്രിഞ്ചസ് വരുന്നത്, ഫ്രിഞ്ചസിൽ എങ്ങനെയാണ് ആ ഫ്ലാറ്റ്നസ് ആണോ ഫ്ലാറ്റ്നസ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നത് പറഞ്ഞു. അടുത്ത പിറ്റർ NPL ഗേജ് ഇന്റർഫെറോമീറ്റർ എന്ന് പറഞ്ഞു. എന്താണ് സ്ലിപ്പ് ഗേജിന്റെ ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതിന് പ്രീ കണ്ടീഷൻസ് ആവശ്യമാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു, എങ്ങനെയാണ് അതിന്റെ സ്ലിപ്പ് ഗേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. ഇത്രയാണ് ഉള്ളത്. ഇതോടെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കഴിയാണ്. സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പോർഷൻ കൂടെ ബാക്കിയുണ്ട്, ഒരു ന്യൂമറിക്കലിന്റെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.